രശ്മിക മന്ദാനയുടെ സംഗീത് ലുക്കില്ലേ, നീ കൊടുക്കണ നീ കാണുന്ന സംഗീത് ലുക്ക്, അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. പക്ഷേ ഷെയ്ഡ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഞാൻ എപ്പോഴും ന്യൂട്രൽ ഷെയ്ഡിലാണ് പിടിക്കണേ. പകരം നമ്മൾ ഇന്ന് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ആ ഒരു പാറ്റേണിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് നിൽക്കുന്ന പോർഷൻ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവണ പലാസോ ആണെന്നുള്ളത്. അതേ പലാസോ പാറ്റേണിലുള്ള എന്നാൽ തന്നെ സ്കേർട്ടിൻ്റെ ഫീലോ അങ്ങനെ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. ഐ എം ഡാം എക്സൈറ്റഡ്. എങ്ങനെ ഉണ്ടാവും നോക്കാം തയ്ച്ച് കഴിയാൻ നേരത്ത്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ വേണ്ടേ. കാരണം പലാസോയ്ക്ക് വന്നിട്ട് നമുക്ക് ഫുൾ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലേ. പക്ഷേ ആ രശ്മികയുടെ സെയിം ആ ഒരു മെറ്റീരിയലിൽ ഫുൾ വർക്ക് ചെയ്തേക്കണതാണ്. എനിക്ക് തോന്നുന്നു ഓർഗൻസ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഫ്ലോയി അല്ലാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇല്ലേ, അതിലാണ് കേട്ടോ വർക്ക് വന്നേക്കണം. അപ്പോൾ നമുക്കത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ഹെവി വർക്ക് ചെയ്തേക്കണ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് 6 മീറ്റേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ പലാസോ, അത്രയും ഫ്ലെയറുള്ള പലാസോ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഇതിപ്പോൾ പുതിയത് വന്നേക്കണ മെറ്റീരിയൽ ആട്ടോ. കാരണം ഈ ഡബിൾ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ടിഷ്യൂവിൻ്റെ ഫീലും ഉണ്ട്. എന്നാൽ തന്നെ ഇത് എന്താ ഓർഗൻസ ആണോ ഇത്? ഓ, ഓർഗൻസ ഇത്ര മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഇത് നോക്കാൻ നേരത്തുമില്ലേ ഒരു ഓർഗൻസ പോലത്തെ മെറ്റീരിയൽ ആട്ടോ. അതിലാണ് നിറയെ വർക്ക് വന്നേക്കുന്നത്. അപ്പം നമുക്കും അതേ ഓർഗൻസയോ അല്ലെങ്കിൽ നെറ്റ് എനിക്ക് തോന്നുന്നു അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. അതുപോലെ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഫാബ്രിക് തന്നെ വേണം നമുക്ക് പലാസോ സ്കേർട്ട് അടിക്കാൻ വേണ്ടി. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു ഫാബ്രിക് ആണ്. ഇത് നല്ല ഓർഗൻസയിൽ വരണം, നല്ല ക്ലാസി ആയിട്ടുള്ള ത്രെഡ് വർക്കും ബീഡ് വർക്കും ഒക്കെ കൂടി വരണം കേട്ടോ. എനിക്കിത് കണ്ടിട്ട് വേറെ ഒരു ഫാബ്രിക്കും ഇഷ്ടപ്പെടണില്ല എന്നുള്ളതാണ്. ഭയങ്കര നല്ല കളറും ഇവൻ വർക്ക് ആണെങ്കിലും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഈ മെറ്റീരിയൽ എന്തായാലും വെച്ചിട്ട് ഇതിൻ്റെ അറൗണ്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം കേട്ടോ. മിക്കവാറും ഇത് ടോപ്പിനെ കിട്ടുള്ളൂ, കാരണം ഇത് 3 മീറ്റർ അടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പം 6 മീറ്റേഴ്സ് നമുക്ക് പലാസോ സ്കേർട്ടിന് വേണ്ടതുകൊണ്ട് തന്നെ നമുക്കത് വേറെ ഏതെങ്കിലും ഫാബ്രിക് നോക്കാം. പക്ഷേ ഇതായിരിക്കും തോന്നുന്നു എൻ്റെ ഒരു മെയിൻ ഫാബ്രിക്. ഇങ്ങനത്തെ ഡിസൈനർ ഫാബ്രിക്സിൻ്റെ വൈഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ തപ്പിപ്പോയ സാധനം ഇവിടെ ഇരിക്കണം കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഇല്ലേ സങ്കടം വരും. ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുക കേട്ടോ. കാരണം വന്നപ്പോൾ തന്നെ ഈ ഒരു ഫാബ്രിക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് അല്ലാണ്ട് വേറെ ഒന്നും കൂടി ഇഷ്ടപ്പെടണമില്ല. അല്ലെങ്കിൽ പിന്നെ ടോട്ടലി ഞാൻ ഈ ഒരു ലൈറ്റ് തീമിൽ നിന്ന് മാറിയിട്ട് ഡാർക്കർ തീമിലേക്ക് പോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് മെറ്റീരിയലൊക്കെ എടുത്ത് വരുമ്പോൾ എന്ന് കാണാൻ. എനിക്ക് തന്നെ എക്സൈറ്റ്മെൻറ്റ് ആയിട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ഡൈ ചെയ്യിച്ചില്ലേ, നമ്മൾ ഉള്ള കളറിൽ സാറ്റിസ്ഫൈഡ് ആവേണ്ട ഒരു ഫീലില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ ഓൾറെഡി ഫാബ്രിക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രം ഓപ്ഷനുള്ളൂ. പ്രത്യേകിച്ച് ഈ വർക്കുള്ള ഫാബ്രിക് ആകുമ്പോൾ ഇല്ലേ ഡൈ ഓപ്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. വന്ന് ഞാനില്ലേ ഡാർക്കർ കളേഴ്സിലെത്തിയിട്ടോ. ഞാൻ ലൈറ്റർ കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ കോമ്പിനേഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഡിഫറൻറ്റ് സ്റ്റൈൽ കിട്ടണമെങ്കിൽ സെയിം ഫാബ്രിക്കിൽ നമ്മൾ ഇതുപോലത്തെ ഡാർക്കർ കളർ ഓപ്ഷൻ ചൂസ് ചെയ്യണേ ഉണ്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ. നോക്കാം, നമുക്ക് ബെറ്റർ ആയിട്ടുള്ളതിന് എടുക്കാം. നല്ല കളർ കേട്ടോ, ഇത് ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡ്. എനിക്ക് ആദ്യം അടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ ഇത് ദൂരിൽ നിന്ന് കണ്ടപ്പോൾ ഇല്ലേ ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ട്രഡീഷണൽ ലുക്കിനൊക്കെ ഇല്ലേ പെർഫെക്റ്റ് ആയിരിക്കും മെറ്റീരിയൽ. പക്ഷെ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വേറെ ഒന്നുമല്ല, വെയിറ്റ് ഉണ്ട്. വെയിറ്റ് വരാൻ നേരത്ത് നമ്മളിത് ടോപ്പിലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ പലാസോ ഹോൾഡ് ചെയ്യില്ല, ഇങ്ങനെ ഫ്ലെയറിൽ കിടക്കത്തില്ല. വന്നപ്പോൾ പിടിച്ചതാട്ടോ ഞാൻ ഈ ഫാബ്രിക്കിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും തന്നെ എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവൻ ഇതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ടൂ മച്ച് കളർ. ഞാൻ കുറേ നാളെ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ട്, അതുകൊണ്ട് എനിക്കൊരു മനസ്സിലിങ്ങനെ നിൽക്കുക കേട്ടോ, വേണോ വേണ്ടേ. ഈ 2 ഫാബ്രിക്കും കൂടി ഇല്ലേ ഡേ ലൈറ്റിൽ വന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. എപ്പോഴും മെറ്റീരിയൽ എടുക്കുമ്പോൾ ഡേ ലൈറ്റ് നോക്കണം, കാരണം ഇൻഡോർ ലൈറ്റിങ്ങും ഔട്ട്ഡോർ ലൈറ്റിങ്ങും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇത് വലിയ വ്യത്യാസം ഫീൽ ചെയ്യാനില്ല കേട്ടോ. ഒരു ചെറിയൊരു ഗ്രേറ്റിൻ്റോട് കൂടിയ ഒരു ഫാബ്രിക്കാണ്. എനിക്കിത് കണ്ടിട്ട് വേറെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ നമുക്ക് നോക്കാം കേട്ടോ, വേറെയും നമുക്ക് നോക്കാം ഫാബ്രിക്സ്. പക്ഷെ ഇതായിരിക്കും എൻ്റെ ഫൈനലെന്ന് എൻ്റെ മനസ്സ് പറയണു. നമ്മുടെ ഔട്ട്ഫിറ്റ് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ കിട്ടി, അതുപോലെ തന്നെ പലാസോൻ്റെ കിട്ടി, ദുപ്പട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോളുകളെല്ലാം ഇല്ലേ ഫാബ്രിക്സ് ആട്ടോ, അതും പ്ലെയിൻ ഫാബ്രിക്സ്, ഡിഫറെൻറ്റ് ടെക്സ്ചർ, ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ്. എൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. നമ്മൾ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യണതിൻ്റെ ഇടയിലില്ലേ നമ്മളൊരു ഫാബ്രിക് കണ്ടാട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സാരിയൊക്കെ ആക്കാൻ നല്ലതാട്ടോ. 199 രൂപയല്ലേ ഫാബ്രിക്കിന്.
ജസ്റ്റ് ഒരു 6 മീറ്റേഴ്സ് എടുത്താലും നമുക്ക് സാരിയോ പിന്നെ എപ്പോഴെങ്കിലും വേറൊരു ഔട്ട്ഫിറ്റാക്കി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലതാണ്. നമ്മൾ എടുത്ത ഫാബ്രിക്സ് എല്ലാം വെച്ച് നോക്കുവാണ് എങ്ങനെ ഉണ്ടാവും ഒരു ഓവറോൾ ലുക്ക് എന്നുള്ളത്. ഇപ്പം നമ്മൾ പലാസോ ടൈപ്പ് ആണ് നമ്മുടെ വരണമെങ്കിലും സ്കേർട്ടിൻ്റെ ലുക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് നോക്കുമ്പോൾ കിട്ടണം കേട്ടോ. ഞാൻ വന്നപ്പോൾ മുതലില്ലേ ഈ ഒരു ഫാബ്രിക്കും പിടിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയുള്ള ദുപ്പട്ട പലാസോ ഇതൊക്കെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇല്ലേ എനിക്കിത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം ഇതൊരു ഗ്രേ ടിൻ്റുള്ള ഔട്ട്ഫിറ്റ് ആട്ടോ. എൻ്റെ വാം ടോണിന് നല്ല രീതിയിൽ വാഷ്ഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. പകരം ഇത്തിരിയും കൂടി എന്തെങ്കിലും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ രസമുണ്ടാവും. പിന്നെ ഇതില്ലേ ലാവൻഡർ ഷെയ്ഡ് എനിക്ക് യൂഷ്വലി എനിക്ക് ചേർന്ന ഷെയ്ഡാട്ടോ. പക്ഷേ ഇതിലൊരു ഗ്രേ ടിൻ്റ് വന്നേക്കണം കൊണ്ടിട്ട് ഞാൻ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ സകല കോൺഫിഡൻസും പോയി. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് പോകാം. പക്ഷേ ഇല്ലേ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കുമെന്ന് വെച്ചല്ല കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഞാൻ ദുപ്പട്ടയും അതുപോലെ തന്നെ പലാസോയും ടോപ്പും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ. പക്ഷെ ഇപ്പം ഞാൻ ഒരു ഫാബ്രിക് കണ്ട ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ സാരിക്ക് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ ഫാബ്രിക് ഇല്ലേ, ഈ ഫാബ്രിക് തന്നെ നമ്മൾ എടുത്തു കേട്ടോ. ഇത് നമ്മൾ ടോപ്പിലേക്ക് വേണ്ടി എടുത്തു. അതുകൊണ്ടിട്ട് ഇതിന് മാച്ച് ചെയ്യണ രീതിയിൽ നമുക്കൊരു പലാസോ എന്തായാലും വേണമല്ലോ, അതും വർക്കുള്ളത്. ആ രശ്മികയുടെ ഫോട്ടോയിലാണെങ്കിലും ഇട്ടേക്കുന്നത് ആ ഒരു വർക്കുള്ള പലാസോ. അപ്പോൾ ആ ഒരു പലാസോ നമ്മൾ വർക്കുള്ള എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതും ഫാബ്രിക് ഭയങ്കര മാച്ചാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിലേക്ക് ടോപ്പിൻ്റെ ഫാബ്രിക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും വെച്ചൊക്കെ നോക്കി നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ എന്തൊക്കെ വേണം എന്നുള്ളത്. ദുപ്പട്ടയും നോക്കണം. ഇതാണ് കേട്ടോ നമ്മൾ ഫൈനൽ സെലക്ട് ചെയ്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ എടുത്ത കളറില്ലേ കുറച്ച് വാഷ്ഡ് ഔട്ട് ആയിട്ട് തോന്നി. പക്ഷേ ഇതെൻ്റെ സ്കിൻ ടോണിനെ എൻഹാൻസ് ചെയ്യണ ഒരു ഷെയ്ഡായിട്ടാട്ടോ തോന്നിയത്. പിന്നെ എനിക്ക് കുറച്ചിത്തിരി ജിൽജിലായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫാബ്രിക് ആയിട്ടാട്ടോ തോന്നുന്നത്. കുറച്ച് സ്പാർക്കിൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതനുസരിച്ചിട്ട് ദുപ്പട്ടയിലും ടോപ്പിലേക്കും വർക്ക് കുറച്ചേ ചെയ്യണുള്ളൂ. അപ്പോൾ അത് ബാലൻസായി പോയിക്കോളും. പക്ഷെ എനിക്ക് എനിക്ക് ഈ ഫാബ്രിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേതിനേക്കാളും ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫാബ്രിക്കിൻ്റെ ഭംഗിയും എൻ്റെ ഷെയ്ഡിന് ചേർന്നതും ഈ ഒരു മെറ്റീരിയലായിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഫാബ്രിക് ആയിരിക്കും കേട്ടോ നമ്മുടെ ബ്ലൗസിന് വരണം. അതായത് ഇപ്പം ഞാൻ ആ രശ്മിക്കയുടെ പിക്ചർ കാണിച്ചില്ലേ, ഒരു ഷോർട്ട് ബ്ലൗസ് വന്നിട്ട് അപ്പോൾ അത് ഈ ഒരു ഷെയ്ഡിലായിരിക്കും വരുന്നത്. ഞാൻ പിന്നെ എടുത്ത് പറയാൻ ഞാൻ ആ ഒരു രശ്മിക മന്ദാനയുടെ റെഫറൻസ് വെച്ചത് ആ ഒരു ഗാർമെൻറ്റിൻ്റെ സ്റ്റൈലാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ആ കളറ് അതുപോലെ തന്നെ ആ സെയിം പാറ്റേൺ ആ വർക്കുള്ള ഫാബ്രിക്കൊക്കെ എടുക്കുമെന്ന്. അങ്ങനെയല്ല, ജസ്റ്റ് എനിക്ക് ആ ഒരു പലാസോ സ്കേർട്ട് പോലത്തെ പലാസോയും അതുപോലെ തന്നെ ആ ക്രോപ്പ് ടോപ്പും ആ ഒരു ദുപ്പട്ടയുടെ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോണേ. പക്ഷേ ഫാബ്രിക് വന്നിട്ട് ഈ ഒരു ഓർഗൻസ സ്റ്റൈലുള്ള ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് വന്നിട്ട് ബ്ലൗസിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ഹെവി വർക്കുള്ള ഈ ഒരു സെയിം കളറാട്ടോ, സെയിം ഷെയ്ഡ്, ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡാണ്. അതിലൊരു ഗോൾഡിൻ്റെ ഷൈനും വരുന്നുണ്ട് ഫാബ്രിക്കിൽ. ഈ ഒരു നല്ല ഹെവി വർക്കുള്ള ഈ ഒരു ഫാബ്രിക് വന്നിട്ട് പലാസോ സ്കേർട്ടായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കില്ലേ ഇതിൽ വർക്ക് വന്നിട്ട് ഇത് ദുപ്പട്ടയായിട്ടും കിട്ടും കേട്ടോ. അങ്ങനെ ആയിരിക്കും നമ്മളുടെ ടോട്ടൽ അറ്റയർ ഉണ്ടാവുക. ലൈനിങ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു പലാസോൻ്റെ അതുപോലെ തന്നെ ടോപ്പിൻ്റെയും കൂടി ഫാബ്രിക് വ്യത്യാസമുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ രണ്ട് കളറും വേറെ പോവേ. അതുകൊണ്ട് നമ്മൾ സെയിം ലൈനിങ് തന്നെ ടോപ്പിനും അതുപോലെ തന്നെ പലാസോയ്ക്കും കൊടുക്കുകയാണ്. അതും ഏകദേശം ഒരു ന്യൂഡ് ഷെയ്ഡിനോട് അടുത്തിട്ടുള്ള ഒരു ഒണിയൻ ഷെയ്ഡിനൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമ്മളുടെ രണ്ട് ടോപ്പിനും പലാസോയ്ക്കും വർക്കാം കേട്ടോ. ഈ ഒരു ലൈനിങ് ക്രേപ്പാണ് കേട്ടോ. 9 ദിവസത്തിന് ശേഷം നമ്മളുടെ ഡ്രസ്സ് കളക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. വരുമ്പോ തന്നെ കാണുന്നത് ഇവിടെ തൂങ്ങിക്കിടക്കണം കേട്ടോ. നോക്കി എന്ത് രസമുള്ള കളറല്ലേ. ഇത് ഡൈ ഒന്നും ചെയ്യിച്ചില്ല കേട്ടോ, നമ്മൾ കണ്ടതല്ലേ. ഇതുപോലെ തന്നെ ഞാൻ ഫാബ്രിക് എടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് വലിയ വർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മളുടെ സ്കേർട്ട് നല്ല ഹെവിയാണ്. പിന്നെ ദുപ്പട്ടയിലാണെങ്കിലും ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് ഇത് മോർ ദാൻ ഇനഫ് ആട്ടോ. കാരണം ആക്സറിയും കൂടി ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു കംപ്ലീറ്റ് പെർഫെക്റ്റ് ലുക്ക് ആയിട്ടുണ്ടാവും എന്നുള്ളതാ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഇട്ട് നോക്കട്ടെ കേട്ടോ ഞാൻ. ഇതാട്ടോ റിസപ്ഷന്റെ ഔട്ട്ഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലാസോ സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് ഈ ഒരു ഇങ്ങനത്തെ ആംഗിൾഡ് ആയിട്ടുള്ള ഒരു
ദുപ്പട്ട കൊടുത്തേക്കുന്ന, ശരിക്കും ദുപ്പട്ടയുടെ വീതി നന്നായിട്ട് കുറച്ചിട്ടായിട്ട് എടുത്തേക്കുന്ന. അതുപോലെ ഇത് ഒന്നില്ലെങ്കിൽ, അതായത് ഈ ദുപ്പട്ട ഒന്നില്ലെങ്കിൽ കയ്യിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ പിൻ ചെയ്ത് വെക്കാനാട്ടോ പ്ലാൻ. എനിക്ക് തോന്നുന്നു പിൻ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേതാകുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കയ്യിൽ കിടക്കാൻ നേരത്ത്. പക്ഷെ ഓവറോൾ എനിക്ക് കളറാണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ദുപ്പട്ടയില്ലേ കുറച്ച് പ്ലെയിൻ ആട്ടോ, ജസ്റ്റ് ഈ ലേസ് ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മുടെ ബ്ലൗസ് പ്ലെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സ്റ്റോണിന്റെ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ദുപ്പട്ട നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മൾ ചെറിയ ചെറിയ ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബൂട്ടാസ് പോലെ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. ഇത് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് കളക്ട് ചെയ്തിട്ട് എനിക്ക് ഔട്ട്ഫിറ്റ് എന്തായാലും എത്തിച്ചോളൂ കേട്ടോ. പക്ഷെ ഔട്ട്ഫിറ്റ് ഓവറോൾ അടിപൊളിയായിട്ട്, എനിക്ക് പ്രത്യേകിച്ച് ഈ കളർ കേട്ടോ, പിന്നെ ഈ ടിഷ്യൂ ഫാബ്രിക്കിന്റെ ആ ഒരു ഫിനിഷും എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഔട്ട്ഫിറ്റ് നന്നായിട്ടുണ്ട്. ഒരു പലാസോ സ്കേർട്ടും അടിപൊളി. അപ്പൊ ഞാൻ ഫുൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ അയച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ ഓക്കെ. ഈ ചെയ്തിട്ടേക്കണ ഔട്ട്ഫിറ്റ് ഒക്കെ എന്ത് രസമല്ല കാണാനായിട്ട്. ഞാൻ പറയണിരുന്നിട്ട് ഇത് ആർക്കാണോ ചെയ്തേക്കണ, അടിപൊളിയായിട്ടുണ്ട് ഈ ഔട്ട്ഫിറ്റ്. അയ്യോ ഭയങ്കര ഭംഗിയുള്ള ഔട്ട്ഫിറ്റ്. അതാ കോമ്പിനേഷൻ ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടാ. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ എന്തൊക്കെയാണോ ഹാങ് ചെയ്ത് കിടക്കണതൊക്കെ നോക്കൂട്ടോ. അപ്പൊ അമിത നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത്, ഏറി പോകുമോ വൈറലാകുമോ എന്നാണ് നോക്കാം. അപ്പൊ ഓക്കേടാ, അപ്പൊ ഞാൻ ഇട്ടിട്ട് ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. അമിത എങ്ങനെയുണ്ട് ഇട്ടിട്ട് പറ. നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, അവിടെ ചെന്ന് ഞാൻ ഏറി കയറുമെന്ന്. പക്ഷെ ഗൈസ് പറ നിങ്ങൾ, ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പരീക്ഷിക്കാനും അമിത ആണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ചെയ്തു തരാനും ആഗ്രഹിക്കുന്ന ആളാട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന കൺസെപ്റ്റിൽ പലപ്പോഴും എത്താനായിട്ട് പറ്റാറില്ല. പക്ഷെ ഞങ്ങളുടെ നല്ല തൃപ്തിയുണ്ട് അല്ലേ, ഞങ്ങൾക്ക് നല്ല തൃപ്തിയുണ്ട്. വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാനിടുന്ന ഔട്ട്ഫിറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. ഇതിനേക്കാളും കൂടുതൽ എന്താ വേണ്ട? എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ. പല ചാനൽസിലും വരുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല ഹേറ്റും കാര്യങ്ങളും. പക്ഷെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബേഴ്സെ പറ, നിങ്ങൾ വ്യൂവേഴ്സെ പറ, ശരിയല്ലേ? അപ്പോൾ അതെ ഇന്ന് നോക്കിക്കേ എന്ത് അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് ചെയ്തേക്കണം. നോക്ക്, ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ഇരിക്കണം. എനിക്കറിയില്ല, ഞാൻ പരിപാടിക്ക് സ്റ്റൈൽ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ വയറ് ബ്ലോട്ട് ആയിട്ടുണ്ടാവും, എൻ്റെ ബോഡി വീർത്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് കാരണം ചിലപ്പോഴും ഫിറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റ് ആവാറില്ല. ഇത് നോക്കി എന്ത് അടിപൊളിയായിട്ടാണ് എൻ്റെ ബോഡി ഇരിക്കണത്, ഡ്രസ്സ് ഇരിക്കണത് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഇതും ഒരു വെറൈറ്റി ഡ്രസ്സാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ പലാസോ സ്റ്റൈലുള്ള സ്കേർട്ട് സ്റ്റൈലുള്ള പലാസോ ഇടുന്ന. ഓൾസോ അതുപോലെ തന്നെ കോർസെറ്റ് ബ്ലൗസ് ഹാഫ് സ്ലീവ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഷോർട്ട് സ്ലീവ് ഇടണേന്ന് അറിയാമോ? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ. അപ്പം നിങ്ങളും പറ എങ്ങനെയുണ്ട് ലുക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഫൈനൽ ഔട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം, ഞാനൊരു ഇയർ കഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കണം. നല്ലതായിരിക്കും ഞാൻ വിചാരിക്കണേ. ഈ ഒരു ഔട്ട്ഫിറ്റ് ഇല്ലേ ടോട്ടലി ഭയങ്കര അടിപൊളിയാട്ടോ. കാരണം ഇതിൻ്റെ ഫിറ്റിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. ടോപ്പിൽ ഭയങ്കര പ്ലെയിൻ ആണ്, അതുകൊണ്ട് തന്നെ ഇല്ലേ ഇവിടെ ബോൺസ് ഒക്കെ വെച്ചിട്ട് കോർസെറ്റ് സ്റ്റൈലാണ് ചെയ്തേക്കുന്ന. ഒരു ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഷോർട്ട് സ്ലീവ് ഇടുന്നത്. എപ്പോഴും ഞാൻ ഇത്ര ലോങ് സ്ലീവ് എൽബോ സ്ലീവ് ഒക്കെയാണ് ട്രൈ ചെയ്യണം. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ബാക്ക് സൈഡ് നോക്കി നല്ല ഭംഗിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ദുപ്പട്ട വന്നേക്കണമാണ് ഏറ്റവും രസം എന്ന് പറയണം. കാരണം ഒരു ആംഗിൾഡ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണം. എന്നിട്ട് താഴത്തേക്ക് നമ്മൾ ഉള്ള പോർഷൻ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പിന്നെ പാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ രശ്മികയുടെ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ പാൻസ് ചെയ്തത്. അതും നല്ല ഫ്ലോയി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പലാസോ സ്കേർട്ട് പോലെ ആട്ടോ ചെയ്തേക്കണം. ഒട്ടും നടക്കില്ല, നമുക്ക് സ്കേർട്ടാന്ന് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ കൈയും കാലൊക്കെ എടുക്കാൻ നേരത്ത് നമുക്കത് പലാസോ എന്നുള്ള ഫീലും വരും കേട്ടോ. പിന്നെ ഈ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. മൊത്തത്തിൽ ഔട്ട്ഫിറ്റ് അടിപൊളിയാട്ടോ. ഞാൻ അമിതയുടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്തായാലും നോക്കി നോക്ക്. ഓവറോൾ ഈ ഔട്ട്ഫിറ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയെന്നുള്ള. അപ്പം നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളും പറ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.